ഹ്യൂമനിസം, മാനവികത. ഇന്ത്യയിൽ വളരെയധികം ഇസംസിൽ ജീവിക്കുന്ന നമ്മൾക്ക് വേണ്ടത് ഒരു ഇസം മാത്രമാണ്, ഹ്യൂമനിസം. അതിനാണ് നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത്. ഈ സെഷന്റെ പേര് തന്നെ അരുണാണ്. മതപ്പാട് എന്ന ഇദ്ദേഹത്തിന്റെ ബുക്കും ഞാൻ എഴുതിയ എന്റെ ആത്മകഥ മഠത്തിൽ വിട്ടവൾ മഠം വിട്ടവൾ. അപ്പം മഠപ്പാട് ആ വാക്ക് ആദ്യമായിട്ടാണ് ഇദ്ദേഹം കോയിൽ ചെയ്തു തരുന്നത്. മതത്തിന്റെ പാടുകളും മഠത്തിൽ വിട്ടത് മഠം തിരിച്ചു വന്നതിന് ശേഷമുള്ള ആ പാടുകൾ, ആ സ്കാർ പേറിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥയും. ഇദ്ദേഹത്തെ കുറിച്ച് അധികം ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത അന്വേഷണാത്മക മാധ്യമപ്രവർത്തകൻ, 2 ബുക്സ് ഓൾറെഡി ഇവിടെയെല്ലാം ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നതാണ്, കേരളവും ഔട്ട് ഓഫ് കേരളയും. വിശുദ്ധ പാപങ്ങൾ 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറും, മതപ്പാടിന് VT മെമ്മോറിയൽ ട്രസ്റ്റ് അവാർഡ് ആൻഡ് അങ്കണം അവാർഡ് റീസെൻ്റ്ലി ഇദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഞാൻ ഈ ബുക്ക് എഴുതി തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഈ വർഷം ജൂണിൽ DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. 20 വർഷം ഞാൻ കന്യാസ്ത്രീ മഠത്തിൽ ജീവിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു പോകുന്നതിന് ശേഷം തന്നെ ഇപ്പോൾ 25 വർഷമായി. അതിനുശേഷം വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയതുകൊണ്ടും സമയക്കുറവ് കൊണ്ടും സാഹചര്യക്കുറവ് കൊണ്ടും ഇപ്പോഴാണ് ഈ ബുക്ക് പുറത്തു വന്നത്. മതങ്ങൾ ഏതായാലും അതിനുള്ളിലെ സ്ത്രീ, അതാണ് നമ്മൾ ഈ 3 ബുക്കിലെ ഒരു സമാനത എന്ന് വേണേൽ പറയാം. നമ്മൾ ഈ വേദിയിൽ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, സ്ത്രീകളാണ് വളരെ കുറവ്. എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ആചാരം കൊണ്ടു നടക്കുന്നവരും വാഹകരും സ്ത്രീകളും, അത് വിട്ടുപോരുന്നവർ കുറവ് എന്നാണ് ഏത് ഇത്തരത്തിലുള്ള വേദികൾ നോക്കിയാലും ഞാനത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം സ്ത്രീകൾ അത്രയും ബ്രെയിൻ വാഷ്ഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ആണ്. കുടുംബത്തിലും മതത്തിലും അവർക്ക് ആ വിടുതൽ വാങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് മതം വിട്ട് പുറത്തു വരുന്നതും, അത് വന്നാൽ തന്നെ പുറത്ത് പറയാറുമില്ല. നിങ്ങൾ പള്ളി പൊക്കോ, പുരുഷൻ വേണേൽ ഇതിൽ വരാം. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ലേഡീസ്, സ്പെഷ്യലി ക്രിസ്ത്യൻസ്, ഓൺ എ സൺഡേ രാവിലെ അവർ പള്ളിയിൽ പോയിട്ടുണ്ടാവും. നിങ്ങൾ മതമില്ലാതെ നടന്നു, ഞങ്ങൾ പള്ളിയിൽ പോകണം, കാരണം മക്കളെ പള്ളിയിൽ കെട്ടിക്കണം, ബാക്കി എല്ലാ ആചാരങ്ങളും നടത്തണം. അതിനാൽ മതം വിടുന്ന സ്ത്രീകൾ വളരെ കുറവുമാണ്. അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സമൂഹത്തിലും കുടുംബത്തിലും ദുഷ്പേരുണ്ടാക്കും. മഠം വിട്ടു പോരുന്നവരെ അവർ വിളിക്കുന്നത് മഠം ചാടി എന്നാണ്. അതേസമയം പുരോഹിത വൃത്തിയോ അല്ലെങ്കിൽ ആ സെമിനറി പഠനകാലത്ത് വിട്ടുപോരുന്നവർക്ക് ചാടി എന്നൊരു വാക്ക് ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അത് പുരുഷമേധാവിത്വ സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് ആണ്. അവരെ പെട്ടെന്ന് തന്നെ കുടുംബത്തിലേക്ക് എടുക്കുകയും കുടുംബസ്വത്തിന് അവകാശിയാക്കും. ഈയിടെ ഞാൻ ഒരു ടോക്ക് കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന ഒരു സെമിനേറിയൻ, 6 വർഷം സെമിനറി പഠനം കഴിഞ്ഞ് വന്നയാൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഒരു തീർതിരിവും കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വന്ന ഉടനെ ജോലിയായി, മിടുക്കൻ എന്നാണ് പറയുന്നത്. സെമിനറി വിട്ടുപോരുന്നയാളെ മിടുക്കനെന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മഠം വിട്ടു പോന്നിട്ട് എന്നെ ആരും മിടുക്കിയെന്ന് പറഞ്ഞിട്ടില്ല. മഠം ചാടിയെന്നോ ശാപമെന്നോ അല്ലെങ്കിൽ സഭയെ താറടിക്കുന്നവൾ എന്നൊക്കെയാണ് പറയാറ്. സോ അത് നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ ഭാഗമാണ്. ഒരു പുരുഷമേധാവിത്വ സൊസൈറ്റിയിൽ സ്ത്രീ അല്പം വ്യതിചലിച്ചാൽ, ഡിസെൻറ്റ് ചെയ്താൽ അവൾ രക്തം പുറത്ത്. അത് ഇതിലും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. സ്ത്രീകളെ പിന്നെ റീഇനിഷ്യേറ്റ് ചെയ്യാനോ അവർക്ക് പാപമോചനം കൊടുക്കാൻ റെഡിയല്ല. അവിടെ എപ്പോഴും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ പാപിനിയായ സ്ത്രീ, പാപം ചെയ്ത പുരുഷൻ എന്നുള്ള വാക്ക് പോലുമില്ല. സോ അത്തരത്തിലുള്ള ഒരു കോമണാലിറ്റി ഈ 3 ബുക്സിലുമുള്ള ഒരു ഡിസ്കഷൻ തുടരാനാണ് ഇവിടെ ഇന്നത്തെ ഈ സെഷൻ്റെ ഒരു ഉദ്ദേശം. അന്ധവിശ്വാസം എന്ന് വിശേഷിപ്പിക്കുന്ന എല്ലാ വിശ്വാസങ്ങളെ അന്ധവിശ്വാസം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപക്ഷെ റാഷണലിസ്റ്റ് മാത്രമായിരിക്കും. അല്ലാത്തവർ പറയും അത് വിശ്വാസം, ഇത് അന്ധവിശ്വാസം. ഭരണകൂടം പറയുന്നു ഇവർ അച്ഛനില്ലാത്തവർ എന്നാണ് ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ്. വിവാഹം കഴിപ്പിക്കാതെ വഴിയില്ലാത്തതിനാലും വിശ്വാസത്തിൻ്റെ പേരിലും പെൺകുട്ടികളെ ദേവദാസികളാക്കാൻ അവർ ബന്ധപ്പെട്ടിരുന്നു, അവർക്ക് വേണ്ടി വന്നു. ദേവദാസിയാകാൻ എന്തു പിഴച്ചു എന്ന ലേഖനം കൊണ്ടാണ് താങ്കൾ തുടങ്ങിയത്.
അതിനുശേഷം ഈ ബുക്കിലേക്കുള്ളൊരു വരവൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ദേവദാസി അവൻ എന്തു വിളിച്ചു എന്ന ലേഖനത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അത് 2014 മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിലാണ് ആ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. ആക്ച്വലി മനോരമയിൽ തന്നെ മറ്റൊരു ലേഖനം എഴുതാൻ വേണ്ടി തുടങ്ങിയ യാത്രകളാണ് ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നുള്ള പുസ്തകമായി മാറുന്നത്. അത് പുസ്തകം വായിച്ചവർക്ക് ഓർക്കുന്നുണ്ടാവുക സംഭവം. ഡാൻസ് ബാർ നിരോധനം എങ്ങനെ അവിടുത്തെ സ്ത്രീകളെ ബാധിക്കുന്നു എന്ന് അന്വേഷിച്ചുള്ളൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് തന്നെ 2008 തന്നെ ഞങ്ങൾ ദാവൻകരയിലുള്ള ഉച്ചങ്കി മലയിൽ പോയിട്ട് ഈ ഉത്സവം കാണുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ 2014 ഒരിക്കൽ കൂടി അവിടെ പോയിട്ട് ഈ പുസ്തകം ഇറങ്ങുന്നതിനൊക്കെ മുമ്പാണ് 2014 ഫെബ്രുവരിയിലെ ഉത്സവം കണ്ട് ഒരു റിപ്പോർട്ട് എഴുതിയിരുന്നു. ദേവദാസി അവൻ എന്തു പിഴച്ചു എന്ന് പറഞ്ഞിട്ട് ഈ അവിടെ ഇപ്പോഴും നടക്കുന്ന ഈ അനാചാരത്തെക്കുറിച്ചൊരു ഫീച്ചർ 82 നിരോധിച്ച ഒരു സമ്പ്രദായം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് എഴുതിയിരുന്നു. അത് കണ്ടിട്ട് സാബു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരം സ്വദേശി സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ കേസ് നടത്തുകയാണ് ചെയ്തത്. കേസ് നടത്തി കർണാടക സർക്കാരിനോട് റിപ്പോർട്ട് ചോദിച്ചു. സുപ്രീം കോടതി റിപ്പോർട്ട് കൊടുക്കാത്തതിന് പിഴ ചുമത്തി. അങ്ങനെ കുറേ നടപടിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി. കർണാടക സർക്കാർ ഇതിനെക്കുറിച്ച് പിന്നീട് റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. 2016 അതായത് ഈ ലേഖനം വന്ന് അടുത്ത 2 വർഷം കഴിയുമ്പോൾ ആ മാഘപൗർണമിക്ക് തൊട്ട് മുമ്പായിട്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്. കർണാടക സർക്കാർ അവിടെ സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ ഏർപ്പെടുത്തണമെന്നും ഒരു പെൺകുട്ടി പോലും ദേവദാസി ആവുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും അതിനായിട്ടൊരു സർവൈലൻസ് ടീം ഉണ്ടാവണമെന്നൊക്കെ ഉത്തരവ് വരുന്നത് 2016 ആ ഉത്തരവ് വന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നുള്ള പുസ്തകം ഇറങ്ങുന്നത്. പുസ്തകത്തിന് വേണ്ടി നടത്തിയ യാത്രകൾ ആണ് സുപ്രീം കോടതിയിൽ എത്തുന്നതും ഈ ഉത്തരവിലേക്ക് എത്തുന്നതും. ഇതാണ് ആ കേസിൻ്റെ ഒരു നാൾ വഴി. എങ്ങനെയാണ് ഈ ദേവദാസികൾ പിന്നീട് ലൈംഗിക ചൂഷണത്തിന് അല്ലെങ്കിൽ ലൈംഗിക തൊഴിലിലേക്ക് വരുന്നു എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദേവദാസി എന്ന് മറ്റു മതക്കാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് അത് വായിക്കുമ്പോൾ അവർ പറയുന്നത് അത് മറ്റൊരു മതത്തിലെ ദുരാചാരമാണ്, ഞങ്ങളുടെ മതത്തിൽ അങ്ങനെയൊന്നും നടക്കാറില്ല എന്ന്. പക്ഷേ കന്യാസ്ത്രീകളെ വിളിക്കുന്നത് ദൈവദാസി, കർത്താവിൻ്റെ മണവാട്ടി എന്നൊക്കെയാണ്. അതിനൊരു വളരെ ദൈവിക പരിവേഷം ചാർത്തി കൊടുക്കുകയും അതിനുള്ളിൽ നടക്കുന്ന അപചയങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പുസ്തകത്തിൽ ഇത് തുറന്നെഴുതിയപ്പോൾ പലരും അത് വിശ്വസിക്കും, അല്ല ഞങ്ങൾക്കത് നേരിട്ടറിയാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റു പല വിശ്വാസികളുടെയും കമൻസ് ഇങ്ങനെയാണ്, അതൊന്നും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ നുണ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനാണോ ഈ ജീവിതം ജീവിച്ച് പുറത്തു വന്ന് എഴുതിയത്, അതോ നിങ്ങളായിരുന്നോ കന്യാസ്ത്രീ? അത്തരം ഒരു പാപമോചനം കൊടുത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിന് ചുറ്റും ഒരു ഹെയിലോ ചാർത്തി കൊടുക്കുന്ന ഒരു പ്രവണത ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്നുണ്ട്. അവരത് ഊറ്റം കൊള്ളുകയാണ്, ഞങ്ങൾ കർത്താവിൻ്റെ മണവാട്ടിയാണ് അല്ലെങ്കിൽ ദൈവദാസികളാണ്, അതിൽ നടക്കുന്ന ചൂഷണങ്ങളോ ലൈംഗിക അരാജകത്വങ്ങളോ ഒന്നും അവർക്ക് വിഷയമല്ലാതാക്കുകയും, ഇപ്പോൾ മീഡിയ വഴി നമുക്ക് കുറേ കാര്യങ്ങളും അറിയാം. മുൻ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ്, കന്യാസ്ത്രീ സമരം, അഭയ കേസ്, റോബിൻ, സോ മെനി കേരളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ പോലും അത് വെളിച്ചത്ത് കൊണ്ടുവരാനും സമയമെടുക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ശിക്ഷാവിധിയൊക്കെ എന്തായി തീരുകയാണെന്ന്. അവരുടെ റിലീജിയസ് ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് അതിനെ ഇല്ലെന്നാക്കുകയും അതിനെ ഹഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവദാസിയോ അതോ പുരോഹിതൻ്റെ ദാസിയോ എന്നാണ്. സോ മെനി ഇൻസ്റ്റൻസസ് ഞാൻ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. കന്യാസ്ത്രീകൾ പുരോഹിതരെക്കാളും അറിവും കഴിവും പഠിപ്പും ഉണ്ടെങ്കിലും അവർക്ക് പുരുഷലിംഗം ഇല്ല എന്ന ഒരേ കാരണത്താൽ അവർക്ക് പൗരോഹിത്യം നൽകുന്നില്ല. ഞങ്ങൾക്കൊക്കെ തിയോളജി പഠിച്ചത് സെയിം ക്ലാസ്സിലിരുന്ന് പഠിച്ച് ഞങ്ങളെപ്പോലും കഴിവില്ലാത്തവർ പോയി പ്രീസ്റ്റ് ആകുകയും കഴിവുള്ള സ്ത്രീകൾ ഞങ്ങൾ തിരിച്ചു വന്ന് ഇവരുടെ ദാസിപ്പണി ചെയ്യുകയാണ്. ഒന്നെങ്കിൽ കിച്ചണിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയായിരിക്കും, അല്ലെങ്കിൽ അവർ നടത്തുന്ന കുർബാനയ്ക്ക് പൂക്കൾ അലങ്കരിക്കുകയായിരിക്കും. അത്തരം വളരെയധികം മെയിൽ ഹൈറാർക്കിക്കൽ ചേർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ അത് തുറന്നെഴുതുമ്പോൾ വിശ്വസിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാനുള്ള ത്വര കാണിക്കുന്ന എനിക്ക് മനസ്സിലായി ഈ 3 months കൊണ്ട്. പാപക്കറ തീരാതെ എന്ന് പറഞ്ഞിരുന്നു.
ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പാപം, സെമിറ്റിക് മതങ്ങളിൽ പാപം ഒരു വലിയ നരകത്തിന് അർഹയാക്കി തീർക്കുന്നതാണ്. പക്ഷേ അത് എത്ര കുമ്പസാരിച്ചാലും ആ പാപക്കറ തീരാതെ എവറി വീക്ക് പോയി കുമ്പസാരിക്കുകയാണ്, ഈ പാപം ചെയ്തു ആ പാപം ചെയ്തു എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് കുമ്പസാരം എന്നത് തന്നെ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് എവറി വീക്ക് നിങ്ങൾക്ക് എന്തും ചെയ്യാം, പോയിട്ട് കുമ്പസാരിച്ചാൽ മതിയെന്ന്. ഈ പാപക്കറ തീരാതെ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചത്? അത് കാളിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ വളരെ കാളിഘട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്ന കഥകളെല്ലാം വളരെ പരിപാവനമായ ഒരു സ്ഥലമായിട്ടും ഒരു ദൈവികമായ ഒരു സ്ഥലമായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാളിഘട്ട് നമ്മൾ പോയി കാണുന്ന ചില കാഴ്ചകളുണ്ട്, പോകുമ്പോൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. അതിൻ്റെ ആ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കുറേ ലൈംഗിക തൊഴിലാളികൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അവർ നമ്മളെ ഇങ്ങനെ നമ്മളോട് ബാർഗെയിൻ ചെയ്ത് അവരുടെ സേവനത്തിന് വേണ്ടിയിട്ട് അവർ ക്ഷണിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അവിടെ ഗംഗ വളരെ അഴുക്ക് പിടിച്ചൊരു ഇതായിട്ട് കാണാം. ഇതിനെയാണ് ആ ഗംഗയിൽ കാണുന്ന പാപക്കറയും കൂടി ചേർത്തിട്ടാണ് അങ്ങനൊരു ടൈറ്റിൽ കൊടുത്തത്. ഞാൻ ഈ നേരത്തെ സംസാരിച്ചപ്പോൾ മരിയ റോസ സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചോദിച്ചൊരു വിശദീകരണത്തിന് വേണ്ടി ചോദിക്കാം. ഇപ്പോൾ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോഴും മതപ്പാടുകൾ 2 പുസ്തകം പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആരോപണം അതിൽ ക്രിസ്ത്യൻസിനെതിരെ ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് മറ്റ് മതങ്ങൾക്കെതിരെയൊക്കെ എഴുതി, പക്ഷേ ക്രിസ്ത്യൻസിനെതിരെ എഴുതിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൊതുവിൽ നമ്മുടെ കേരളത്തിൽ സ്വതന്ത്രനാണെന്ന് നമ്മൾ അറിയപ്പെടണമെങ്കിൽ 3 മതങ്ങൾക്ക് വിട്ട് കൊട്ടണം, എന്നാൽ മാത്രമേ നമ്മളെ ഒരു സ്വതന്ത്ര നിരീക്ഷകനായിട്ടൊക്കെ വിലയിരുത്തുള്ളൂ. അപ്പോൾ പക്ഷേ ഞാൻ അതിനകത്ത് എഴുതാതിരുന്നത് ഈ ക്രിസ്തു മതത്തിൽ ഇതിനെക്കുറിച്ച് എഴുതാതിരുന്നത് അങ്ങനെ ഇല്ല എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മളെ എങ്ങോട്ട് ലീഡ് ചെയ്യുന്നോ അവിടെ പോകുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തുമതത്തിനെതിരായ സംഭവങ്ങൾ വരാതിരുന്നത്. പിന്നെ മാത്രമല്ല ഈ ദേവദാസി എന്ന് പറഞ്ഞു, ഈ കന്യാസ്ത്രീ മഠങ്ങളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഇഷ്യൂസ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ എന്നൊക്കെ ചിലർ ചോദിച്ചിരുന്നു. അപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതെല്ലാം ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് വന്നില്ല. ഇപ്പോൾ ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്നത് കർണാടകയിൽ കുറേ സ്ത്രീകൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് അവിടുത്തെ. അപ്പോൾ അതുപോലൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇവിടെ. നമ്മൾ വിചാരിക്കുന്നത് അത് ചിലരുടെ ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അവർക്ക് മഠത്തുനിന്ന് പുറത്തു വരിക എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ പ്രശ്നമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നീട് നമ്മളിങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പുസ്തകം വായിക്കുമ്പോഴാണ് കുറച്ചും കൂടി അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. മറ്റ് കന്യാസ്ത്രീകൾ എഴുതിയതോ അല്ലെങ്കിൽ മഠം വിട്ടവർ എഴുതിയതോ ഒക്കെ ആയ പുസ്തകങ്ങളിൽ മഠത്തിനകത്തെ പീഡനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചൂഷണങ്ങൾ കൊണ്ട് പുറത്തു വന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ പുസ്തകത്തിലാണ് പറയുന്നത് സ്ത്രീ എന്നുള്ളൊരു സ്വത്വം തിരിച്ചറിഞ്ഞിട്ട് പുറത്തു വരുന്നു. അതായത് ഒരു സ്ത്രീയുടെ സഹജമായ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ മഠത്തുനിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് പറയുന്നത് ഇതിനകത്താണ്. അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ പലരും ഇത് പറയാൻ നിൽക്കുന്ന ഒരുപാട് പേര് അതിനകത്ത് ഉണ്ടാവില്ലേ, പറയാൻ പേടിച്ചിട്ട്, അതായത് എനിക്ക് സ്ത്രീ സഹജമായ ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് പുറത്തു വരണമെന്ന് പറയാൻ പേടിച്ചിട്ട്, സദാചാര വിഷയം ആയതുകൊണ്ട് പേടിച്ചിട്ട് വരാതിരിക്കുന്നവരവിടെ ഉണ്ടാവില്ലേ. സിസ്റ്റർ മരിയ റോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആശയടക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആശയടക്കി ജീവിക്കുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ടാവില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണോ, അങ്ങനെ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ടോ, അതോ ചിലരുടെ മാത്രം ഒരു വ്യക്തിപരമായ പ്രശ്നമാണോ, അതിനെ എങ്ങനെ കാണുന്നു എന്നും കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു 15 വയസ്സുകാരി മഠത്തിൽ പോകുമ്പോൾ അവർക്ക്, ഞാൻ മഠത്തിൽ ചെന്നതിന് ശേഷമാണ് എനിക്ക് മെൻസസ് ആയതെന്ന് ഇതിൽ എഴുതിയിരുന്നു. അവർക്ക് സെക്സ് എന്താണെന്നോ സെക്ഷുവാലിറ്റി എന്താണെന്നോ ഈ പഠിക്കാൻ പോകുന്ന വ്രതങ്ങൾ എന്താണെന്നുള്ള യാതൊരു ധാരണയും ഇല്ലാതെയാണ് 20 വയസ്സൊക്കെ ആകുമ്പോൾ ഈ 3 വ്രതങ്ങൾ പോയി ഏറ്റെടുക്കുന്നത്. അതിനുശേഷമാണ് ഒരു സ്ത്രീ ഉണരുന്നതും ലൈംഗികതയെക്കുറിച്ചുള്ള അവബോധമുണ്ടാകുന്നതും മിഡ് ലൈഫ് ക്രൈസിസ് ഇൻ യുവർ 30s ഒക്കെ ആകുന്നത്. ആ സമയത്ത് പലരും അത് കൈകാര്യം ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. ഒന്നെങ്കിൽ ഹഷ് ചെയ്യും, അല്ലെങ്കിൽ നാണക്കേട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ഒതുക്കി തീർക്കുകയാണ്. അതെന്തുകൊണ്ടൊരു സോഷ്യൽ ഇഷ്യൂ ആകുന്നില്ല എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യൻ്റെ നൺഹുഡ് എന്ന് പറഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവരത്ര ഒരു ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഈ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നില്ലായിരിക്കാം. എങ്കിൽ തന്നെയും അതൊരു സോഷ്യൽ ഇഷ്യൂവും കൂടെയാണ്. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് കുട്ടികൾ മഠത്തിൽ പോകുന്നില്ല? കാരണം അവർക്ക് സോഷ്യലി അവർ ഇമ്പ്രൂവ്ഡായി, അവരുടെ ഇക്കണോമിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ എൻ്റെക്കാളും വളരെ ഇമ്പ്രൂവ്ഡായി. അതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ 78-ന് ശേഷം പല തലമുറകളിൽ കുട്ടികൾ ജനിച്ചിട്ട്
ഒരാളെ പോലും മഠത്തിൽ വിട്ടില്ല, മഠത്തിൽ പോയില്ല. എന്തുകൊണ്ട്? ദൈവം വിളി നിർത്തിയോ? ഇല്ല. അങ്ങനെ ഒരു ദൈവവിളിയാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണ്ടേ. അത് സാമൂഹികമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂ അല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ കന്യാസ്ത്രീ സമരം വന്നപ്പോൾ നമ്മൾ അറിഞ്ഞത് അങ്ങനെയാണ്. അവിടുത്തെ വിഷയങ്ങൾ കുറേ കൂടെ വെളിച്ചത്തേക്ക് വന്നതും ആ സമരത്തിൽ പങ്കെടുത്ത ഓൾ വാക്സ് ഓഫ് ലൈഫിൽ നിന്ന് പങ്കെടുത്ത ആൾക്കാർ അതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് തന്നെ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും പൊരുതുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു വ്യക്തി ഇങ്ങനെയുള്ള കന്യാമഠത്തിലേക്കോ അല്ല മറ്റു ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ അത് സൊസൈറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ കന്യാസ്ത്രീകളുടെ ദുരൂഹ മരണങ്ങൾ അല്ലെങ്കിൽ കിണർ മരണങ്ങൾ, ആത്മഹത്യകൾ, ഈ ലാസ്റ്റ് വീക്ക് തന്നെ ഉണ്ടായിരുന്നു ഒരു 33-year-old നൺ ആത്മഹത്യ ചെയ്തെന്ന്. അപ്പോൾ അത് ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് തന്നെ കുടുംബവും സമൂഹവും ചേർച്ചും കാണേണ്ടതാണ്. എന്തുകൊണ്ട് ഇത്തരം പരിപാവനം എന്ന് പറയുന്ന ആ ഇടത്തിൽ ആത്മഹത്യകളും അല്ലെങ്കിൽ ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു? ഇപ്പോൾ അത്ര പരിപാവനവും അത്ര ഹോളി ആൻഡ് അവരത് ജീവിക്കാൻ പ്രാപ്തരാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു മനുഷ്യരെ പോലെ അവിടെ നടക്കുന്നു? അതും ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കണം. മറ്റ് സെക്ഷൽ അബ്യൂസസ്, ഈ വ്രതമെടുത്തവർ തന്നെ അത് ബ്രീച്ച് ചെയ്യുകയും സെലിബേറ്റ്സ് ജയിലിൽ കിടക്കുന്ന കാര്യങ്ങൾ എങ്കിൽ പിന്നെ അവർ നോർമലായിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫ് ജീവിക്കുക. അപ്പോൾ പിന്നെ ജയിലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല, സെക്ഷൽ അബ്യൂസ് ആൻഡ് ക്രൈം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മതപ്പാട് എന്നുള്ള ആ വാക്കുകളിലേക്ക് വന്ന് സാധാരണ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ആനയുടെ മതപ്പാടെന്നുള്ള ആ സ്പെല്ലിംഗ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മതപ്പാടും ഈ മതപ്പാടും തമ്മിലുള്ള ഒരു കണക്ഷൻ പറയണം. മതപ്പാടുകൾ എന്നുള്ള പേര് വന്നത് ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മതത്തിൻ്റെ പേരിൽ പീഡനത്തിന് വിധേയരാകുന്ന മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെ കൂടി ഉദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ കുറേ മൃഗങ്ങൾ എന്ന് മാത്രമല്ല അതിൻ്റെ പല തലങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ വെടിക്കെട്ട് അപകടത്തിൽ പരിക്ക് പറ്റിയ അല്ലെങ്കിൽ മരണപ്പെട്ട അതിൻ്റെ ദുരിതം പേറുന്ന കുറേ ആൾക്കാർ, അതുപോലെ തന്നെ ആനകളുടെ ആക്രമണത്തിൽ അമ്പലത്തിനകത്തൊക്കെ നമ്മൾ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന ആനകളുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ മനുഷ്യർ, അങ്ങനെ കുറേ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയൊരു പേരാണ് ഈ മതപ്പാട് എന്നുള്ളത്. ചേർത്തിട്ട് എന്തെങ്കിലും ആലോചിക്കാം എന്നുള്ളത് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ പിന്നീട് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ എല്ലാ കഥകളും കൂടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോക്കസ് പോവും എന്ന് തോന്നിയതുകൊണ്ടാണ് അത്തരം സംഗതികളെയൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട്, എന്നാൽ മലയാളികൾക്ക് കൗതുകമുള്ള, മലയാളികൾക്ക് തീരെ അറിയാത്ത, വളരെ നമുക്ക് ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സബ്ജക്റ്റിൽ അതൊക്കെ എടുത്തു കളഞ്ഞു ടെക്സ്റ്റിൽ നിന്ന്. പക്ഷെ അപ്പോൾ ഈ പേര് യോജിക്കുമെന്ന് തോന്നി. ഈ മതം എന്ന് ചേർത്തിട്ടത് പറയുമ്പോൾ ആളുകളത് മറ്റേ മതപ്പാടുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വായിക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് ആ പേരിലേക്ക് എത്തിയത്. കാരശ്ശേരി മാഷാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പുസ്തകത്തിന് അവതാരിക എഴുതിയത്. ഇദ്ദേഹത്തിൻ്റെ ബുക്കിന് അവതാരിക എഴുതിയതിൽ അതിൽ പറഞ്ഞിരിക്കുന്നത്, ആചാര സംരക്ഷണമാണ് നവോത്ഥാനം എന്ന പുതിയ കാല തട്ടിപ്പിൻ്റെ കൂടെയല്ല അരുൺ എന്ന എഴുത്തുകാരൻ. എൻ്റെ പുസ്തകത്തിന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മതങ്ങളെല്ലാം പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാർ കൊണ്ടു നടക്കുന്ന പുരുഷന്മാരുടെ ഏർപ്പാടുകളാണ് എന്ന സത്യം ഈ ഗ്രന്ഥത്തിൽ എവിടെയും തെളിഞ്ഞു നിൽപ്പുണ്ട്. സോ ഈ മൂന്ന് പുസ്തകത്തിൻ്റെ ഒരു കോമണാലിറ്റി ആദ്യം പറഞ്ഞതുപോലെ സ്ത്രീകളെ എങ്ങനെയാണ് മതം യൂസ് ചെയ്യുന്നതും സ്ത്രീകൾ അത് ഓൾമോസ്റ്റ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് ആ ആചാരത്തിൻ്റെ പേരിൽ അവരുടെ ജീവിതം ഹോമിക്കുകയോ അല്ലെങ്കിൽ ഇല്ലെന്നാക്കുകയോ ചെയ്യുകയും മഠത്തിൽ നിന്ന് തിരിച്ചു പോരുന്നത് പോലും ഒരു പാപമായിട്ടും ഒരു ദുശകനമായിട്ടും ഇന്നും കാണുന്ന സൊസൈറ്റി. ഞാൻ തിരിച്ചു പോന്നിട്ട് ഇത്ര വർഷമായെങ്കിൽ തന്നെ എൻ്റെ ഫാമിലിയോ എൻ്റെ സിബ്ലിങ്സോ എന്നെ ഇന്നു പോലും കുടുംബത്തോട് കൂട്ടിച്ചേർക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ അങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് എത്ര കാലം നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചുകൊണ്ടേയിരിക്കും. സ്വത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും നമ്മളെ ഒഴിവാക്കുക. കാരണം നീ ഇന്നെ ദൈവത്തിന് വേണ്ടി കൊടുത്തിരുന്നു. അതൊരു ദൈവശാപമായിട്ടുള്ളൊരു ഫിയർ ഉണ്ടാകാം. സെക്കൻഡ്ലി സമൂഹമാണ് ഏറ്റവും വലിയ പേടി. നാട്ടുകാരെന്ത് പറയും, എന്നെ വീട്ടിൽ കയറ്റില്ലായിരുന്നു, അയൽവക്കംകാരെന്ത് പറയും. അപ്പോൾ ഒരു മകളാണോ വലുത്, അയൽവക്കമാണോ സമൂഹമാണോ വലുതെന്നുള്ള ചോദ്യചിഹ്നം നമ്മുടെ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നു. യൂഷ്വലി സ്ത്രീകളാണ് ഞാൻ പറഞ്ഞതുപോലെ ഇതിലെല്ലാം വിക്ടിമൈസ്ഡ് ആകുന്നത്. താങ്കളുടെ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ എൻ്റെ ബുക്ക് വായിച്ചതിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ഈ മതം സ്ത്രീകളെ എത്രമാത്രം വിക്ടിമൈസ് ചെയ്യുന്നു? അത് രണ്ട് ബുക്ക് കൂടി ചേർത്തൊരു കാര്യം ഞാൻ ഓർത്തത് ഇപ്പോൾ പറയാം. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യയിൽ ഒരു വൃന്ദാവനത്തിലെ രാധമാർ എന്ന് പറയുന്ന അധ്യായത്തിൽ ഈ രാധമാർ വരുന്നു. അവർ കൃഷ്ണഭക്തരാണ്.
കൃഷ്ണനാണ് അവരുടെ ഭർത്താവ്, അവരുടെ പതി എന്നവർ പറയുന്നത് കൃഷ്ണനെയാണ്. അപ്പോൾ അവിടെ വരുന്ന സന്യാസിമാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൃഷ്ണൻ മരിച്ചു പോയില്ലേ, ഇനി നീ എങ്ങനെയാണ് കൃഷ്ണനെ കാണുക, കൃഷ്ണനെ പ്രണയിക്കാൻ ചോദിക്കുമ്പോൾ അവർ അതിന് ഉത്തരവില്ലാതെ നിൽക്കുമ്പോൾ ഈ സന്യാസിമാർ തന്നെ പറയുന്നു, നിനക്ക് എന്നിൽ കൃഷ്ണനെ കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആണ് ഈ സ്ത്രീകളെ വരുതിയിലാക്കുന്നത്. ഇതിന് സമാനമായൊരു സാധനം ഞാൻ ഈ മരിയ റോസയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, കന്യാസ്ത്രീകളുമായിട്ട് നേരിട്ട് മുഖാമുഖം കാണാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. ഈ കന്യാസ്ത്രീകളും ഈ പുരോഹിതനുമായിട്ട് ഒരു അവിടെ ചാർജുള്ള പുരോഹിതൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു കന്യാസ്ത്രീ സംസാരിക്കുമ്പോൾ ഈ പുരോഹിതൻ ചോദിക്കുന്നു, മേരി എന്നാണ് അവർക്ക് പേരിട്ടിരിക്കുന്നത്, പേര് വ്യാജമാണെന്ന് എഴുതിയിട്ടുണ്ട്. മേരിയോട് ചോദിക്കുന്നു, നിനക്ക് ദാരിദ്ര്യവ്രതവും അനുസരണശീലമൊക്കെ അനുസരിക്കാൻ എല്ലാം പാലിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ ചോദിക്കുന്നത്, കന്യാവ്രതം അനുസരിക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും നേരിടുന്നുണ്ടോ? അപ്പോൾ അവർ പറയുന്നു, ഇല്ല, ബുദ്ധിമുട്ട് നേരിടുന്നില്ല എന്ന അർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ പുള്ളി വീണ്ടും ചോദിക്കുന്നു, ഈ പ്രായത്തിൽ സ്ത്രീകൾക്ക് അതൊക്കെ അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നെനിക്കറിയാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞാൻ പിതാവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ സന്തോഷവതിയായിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പുള്ളിക്ക് അപ്പോഴും തൃപ്തിയാവുന്നില്ല. പുള്ളി വീണ്ടും ചോദിക്കുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമല്ലോ എന്നൊക്കെ ചോദിച്ച് അവരെ അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് രണ്ടും എനിക്ക് സമാനമായിട്ടാണ് തോന്നിയത്. അതായത് എങ്ങനെ ആ സ്ത്രീയെ നമ്മളൊരു ഭക്തിയുടെ ഒരിത് വെച്ച് ചൂഷണം ചെയ്യുക, അവരെ നിശബ്ദരാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ അവരെ ഉപയോഗപ്പെടുത്താമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരുഷൻ ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇത് രണ്ടും എനിക്ക് തോന്നുന്നത് രണ്ടും ഏറെക്കുറെ തുല്യമാണെന്ന് തോന്നുന്നു, രണ്ടും ഒരുപോലെയാണെന്ന് തോന്നുന്നു. അവർ അതിനെക്കുറിച്ച് ശബ്ദിക്കില്ല. പിന്നെ ഇതിനകത്ത് ഒരു സാധ്യതയുള്ളത്, ചിലപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ചില സ്ത്രീകൾ അദ്ദേഹത്തിന് വശപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കാനുള്ളൊരു ധൈര്യം വരുന്നതും, അങ്ങനെ ആൾക്കാർ താല്പര്യമുള്ളവർ വന്നോട്ടെ എന്നായിരിക്കും കരുതുന്നത്. അങ്ങനെ ഒരു സാമൂഹ്യ സേവനം കൂടി അതിനകത്തുണ്ട്. കാരണം ഈ വാക്ക് പുസ്തകത്തിലുള്ളതാണ്, സഹായിക്കാൻ തയ്യാറായ പുരോഹിതന്മാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ നന്നായി. സ്ത്രീകളെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് ഉള്ളതുകൊണ്ടാകാം മതത്തിലും മറ്റ് സമൂഹത്തിലും പൊളിറ്റിക്സ് എനിത്തിങ് ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിൽ സ്ത്രീ തന്നെ ഏറ്റെടുക്കുവാണ്, മൈ പ്ലേസ് സെക്കൻഡറി ആണെന്ന്. ബൈബിളിൽ ആദ്യം മുതലേ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നീ പുരുഷൻ്റെ ഭാര്യയിൽ നിന്ന് എടുക്കപ്പെട്ടവളാണ്, അതുകൊണ്ട് നീ സബ്ഡ്യൂഡ് ആയിരിക്കണം. അത് എത്ര പഠിച്ചാലും എത്ര അറിവുണ്ടെങ്കിലും കന്യാസ്ത്രീ മഠത്തിലെ കന്യാസ്ത്രീയും പ്രീസ്റ്റും ഒരേ ലെവലിലല്ല കാണപ്പെടുന്നത്. അവർ ശ്രേണികളായിട്ടാണ് കാണപ്പെടുന്നത്. അത് കഴിവിൻ്റെയോ അല്ല വിദ്യാഭ്യാസത്തിൻ്റെ പുറത്തായിരിക്കില്ല. പുരുഷൻ സ്ത്രീ എന്ന ആ ജെൻഡറിൻ്റെ പുറത്താണ് മോസ്റ്റ്ലി അത് കാണപ്പെടുന്നത്. ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്, പൂനെ പഠിക്കാൻ വിട്ടപ്പോൾ ഞാൻ തീസിസ് എഴുതാൻ ചെന്ന എൻ്റെ പ്രൊഫസറിൻ്റെ മുറിയിലാണ്. അദ്ദേഹം എങ്ങനെയാണ് എന്നെ സെക്ഷലി മാനിപ്പുലേറ്റ് ചെയ്ത് അതിലേക്ക് നയിച്ചതെന്നും 30 ഇയറുള്ള ഞാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുകയും ഒരു പുരുഷൻ്റെ സാമീപ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാനിവിടെ ഏറ്റുപറയുകയാണ്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നീ കാമം മൂത്ത് മഠത്തിൽ നിന്ന് പുറത്തു പോകുന്നതല്ലേ? കാമമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് നമ്മൾ സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും എഴുതുമ്പോൾ ചോദിച്ചത് അതങ്ങനെയാണ്. കാമം ഈസ് ജസ്റ്റ് നാച്ചുറൽ. അതില്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺസ് ഒന്നും ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാകില്ല എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് അതിനെയൊക്കെ ഹഷ് ചെയ്ത് ആത്മഹത്യയിലേക്കോ, സോ മെനി നൺസ് ആർ ഇൻ ഡിപ്രഷൻ ആൻഡ് ആൻറ്റി ഡിപ്രസൻ്റ് എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ രോഗികളാണ്. കന്യാസ്ത്രീകൾ രോഗഗ്രസ്തരോ എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ 33 ഇയർ ഓൾഡ് നൺ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇറങ്ങിപ്പോരുന്നില്ല? സോ അതെല്ലാം വളരെയധികം ചോദ്യം ചെയ്യപ്പെടേണ്ട ക്വസ്റ്റ്യൻസാണ്. പ്രീസ്റ്റാണ് കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളവർ. അത് കൂട്ടറിലേക്ക് ഇലക്ട്രീഷ്യൻസ്, ലൈൻമാൻ, തെങ്ങ് കയറ്റക്കാരെന്നൊക്കെ ഐ ഹാവ് റിട്ടൺ ഹിയർ. അവരൊരു ജീവിതം കൊടുക്കുന്നവരുണ്ട്. ഈസിലി ജീവിതം കൊടുക്കാതെ തന്നെ വേണ്ടത് സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് ഈവൻ ഗർഭിണിയാക്കിയാൽ പോലും ഫാദർ ആരാന്നറിയാതെ അവരെ അനാഥാലയത്തിലേക്ക് വിടുന്ന സിസ്റ്റംസ് ഉണ്ട്. ഇവിടെ ഒരു പ്രീസ്റ്റ് ഒരു മലയാളി നണ്ണിനോട് പറഞ്ഞിരുന്നു, നീ ആദ്യം ഇറങ്ങാൻ, ഞാൻ പുറകെ വന്നേക്കാമെന്ന്. ആഫ്രിക്കയിൽ ജോലിയായിരുന്നു 2 പേർക്കും. ആ കന്യാസ്ത്രീ ഇറങ്ങുകയും അതിനുശേഷം പ്രീസ്റ്റ് കൈ ഒഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ വരുന്നില്ല, നീ എങ്ങനെയാലും ജീവിച്ചോ എന്ന്. അവരെൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഒരു ജോലി തേടി പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പാർട്ട്ണറെ അന്വേഷിക്കൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഒരു പുരുഷനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. സോ ഒരു പ്രീസ്റ്റ് അവരെ ചീറ്റ് ചെയ്തതിനാൽ അവരിന്നും ഒരു പുരുഷനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള അവസ്ഥയിൽ തുടരുകയും
എനിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ഞാനൊരു വിവാഹാലോചന നടത്തുകയും മുൻകന്യാസ്ത്രീയുടെ വിവാഹ പരസ്യം എന്നുള്ളൊരു സ്മോൾ ഇത് തന്നെയുണ്ട് ഇവിടെ. അതിനുശേഷം ഞാനൊരു പാർട്ട്ണറെ കണ്ടുമുട്ടുന്നു, എനിക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ടുഗെദർ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ I can say nunhood, celibacy, all that is quite abnormal. It should naturally end. ഓക്കെ, ഇപ്പോൾ ഈ സമയത്ത് ചോദിക്കാൻ തോന്നുന്നു, ഈ സ്ത്രീകളെ ഇതിനകത്ത് കിട്ടുന്ന രണ്ട് പേരുടെയും ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, പുരുഷന്മാർ നമ്മളിപ്പോൾ പറയുന്ന വൈദിക പട്ടം എന്ന് പറയുന്നത് പോലെ കന്യാസ്ത്രീ പട്ടമില്ല, കന്യാസ്ത്രീകൾ കന്യാസ്ത്രീയാണ്. അതുപോലെ ലൂസി കളപ്പുരയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർ ഈ കൈവച്ച് അസുഖം മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ, കൈവച്ച് അനുഗ്രഹിക്കുകയോ അസുഖം മാറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ പാടില്ല എന്ന് ഫാദർ വന്ന് പറഞ്ഞു. ഇത് പുരുഷന്മാർ മാത്രമേ ഇങ്ങനെ കൈവച്ച് ഇത് ചെയ്യാവൂ, നിങ്ങൾ കന്യാസ്ത്രീകൾ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സിസ്റ്റർ എഴുതിയിട്ടുണ്ട്, ഒരു കല്യാണത്തിന് പോകുമ്പോൾ അച്ഛന് ലോഹ സൂട്ട് കേസിൽ കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് ഇട്ടാൽ മതി. അതേസമയം ഒരു ചുരിദാർ ഇട്ടിട്ട് ഒരു കന്യാസ്ത്രീക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രകടമാണ് അതിനകത്ത്. ഞാൻ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ പരിചയത്തിലുള്ള മിക്കവാറും അച്ഛന്മാർക്കെല്ലാം ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. പക്ഷേ കന്യാസ്ത്രീമാർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് വളരെ കുറവാണ്, വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പണ്ട് പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് അങ്ങനെ ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയൊക്കെ പ്രിൻസിപ്പൽ ആ പദവിയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ മറ്റുള്ളവർക്കൊന്നും അതില്ല. വളരെ കുറച്ച് പേർക്ക്, ഇപ്പം തന്നെ വളരെ കുറച്ച് പേർക്കാണ് അത് കാണുന്നത്. അത് എന്തടിസ്ഥാനത്തിൽ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്, അതിനകത്ത് അവർ സഭയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ, ആനുപാതികമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഈ കന്യാസ്ത്രീകൾക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ഇല്ലെന്ന് പറയാം. അതിന് പറയുന്ന കാര്യം, മറ്റ് ബാങ്ക് അക്കൗണ്ട് ഇല്ല, അത് ദാരിദ്ര്യവ്രതം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉള്ളതുകൊണ്ട് പ്രോപ്പർട്ടി പാടില്ല എന്നുള്ള പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വൈദികർക്ക് പ്രോപ്പർട്ടി ഉണ്ട്. കാരണം കന്യാസ്ത്രീകളുടെ സമരം നടന്നപ്പോൾ ആ സമയത്ത് ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം മഠം സ്ഥാപിക്കാൻ വേണ്ടി 1 ഏക്കർ സ്ഥലം കൊടുക്കാമെന്നോ മറ്റൊരു വൈദികൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ ജെസ്പി ചോദിക്കുകയുണ്ടായി, അദ്ദേഹത്തിന് എവിടുന്ന പണം, അദ്ദേഹത്തിന് പ്രോപ്പർട്ടി പാടില്ലല്ലോ, അപ്പോൾ എവിടുന്ന പണം ചോദിച്ചാൽ അങ്ങനെ അന്ന് ചർച്ച ചെയ്തതായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിനകത്തൊരു ജെൻഡർ ഇക്വാലിറ്റിയുടെ പ്രശ്നം, ജെൻഡർ ഇക്വാലിറ്റി ഇല്ലായ്മയുടെ പ്രശ്നം ഇതിനകത്തുണ്ട്. അതിന് മരിയ റോസ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് പൗരോഹിത്യത്തിൻ്റെ മാത്രം പ്രശ്നമായിരിക്കില്ല. കാരണം ഇത് പുസ്തകത്തിൽ ഒരു വരി ഇങ്ങനെയാണ്, അന്ത്യത്താഴത്തിന് സ്ത്രീകളെ ക്ഷണിച്ചിട്ടില്ല, അതിൻ്റെ ഒരു കെറിവ് ഞങ്ങൾക്ക് ഇപ്പോഴും സ്ത്രീകൾക്ക് യേശുവിനോടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ മതത്തിൻ്റെ ഒരു പ്രശ്നമല്ല, അതൊരു പൗരോഹിത്യം ഉണ്ടാക്കിയൊരു പ്രശ്നമല്ലല്ലോ, ആ സിസ്റ്റം തന്നെ, അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവം തന്നെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു പ്രശ്നം അതിനകത്ത് ഇല്ലേ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ മഠത്തിൽ നിന്ന് പുറത്തു വന്ന് കല്യാണാലോചന നടത്തിയതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ട പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഈ പുസ്തകത്തിൽ ഒരു പരാമർശമേ ഉള്ളൂ, ഇപ്പോൾ ദൈവവിശ്വാസി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്തൊരു പരാമർശം കൊണ്ടാണ്. ഈ ദൈവത്തെ എങ്ങനെയാണ് തള്ളിക്കളഞ്ഞത്, അതായത് അതിനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ? ദൈവമാണോ പ്രശ്നം, അതോ മതമാണോ പ്രശ്നം, പൗരോഹിത്യമാണോ പ്രശ്നം? ഇതിനകത്ത് നേരിട്ട ഈ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ദൈവത്തെ തള്ളിക്കളയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തെ തള്ളിക്കളയാൻ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഓഷോയുടെ ആശ്രമത്തിലേക്കാണ്. ഓഷോ എന്ന് പറയുന്നത് ഇവിടെ ഒരു അരാജക ജീവിതത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് നമ്മൾ ഓഷോയെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നേരെ ഇവിടുന്ന് മഠം ചാടി അവിടെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ പറയുന്ന പോലെ മഠം ചാടി എന്ന് പറയാനുള്ള അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ അവസരങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെ നമ്മൾ ദൈവത്തെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്നാണ് അതിനകത്തൊരു പരാമർശം മാത്രമേ അതിനെക്കുറിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഒരു വിശദീകരണം വേണമെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച്. ആദ്യം തുടങ്ങുകയാണെങ്കിൽ അനോയിൻറ്റഡ് എന്നാണ് പ്രീസ്റ്റിനെ വിളിക്കുന്നത്. അവർക്ക് പട്ടമുണ്ട്. കന്യാസ്ത്രീകൾ 3 വ്രതം സ്വീകരിച്ച് സേവനം ചെയ്ത് അങ്ങ് പോകുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ സെമിറ്റിക് മതങ്ങളുടെ ബൈബിളിൽ തന്നെ നോക്കിയാൽ ഞാൻ പറഞ്ഞതുപോലെ ശ്രേണിയുണ്ട്. ദൈവം തന്നെ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, മെയിൽ ആയിട്ടുള്ള ഫിഗേഴ്സാണ് അവിടുത്തെ ഡെയിറ്റി. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ വരുമ്പോഴും ആ ശ്രേണി കാണാം. പുരുഷന് മേധാവിത്വവും, ഇപ്പോൾ ഒരു വിവാഹ ചടങ്ങിന് പോലും വായിക്കുന്ന ബൈബിൾ കൊട്ടേഷൻ അങ്ങനെയായിരിക്കും, സ്ത്രീ പുരുഷന് വിധേയായിരിക്കുക എന്നാണ്. സോ ഈ മെയിൽ ഷോവിനിസം ചേർച്ചിനുള്ളിലെ, കാത്തലിക് ചേർച്ചിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഹയരാർക്കിയും വിമനെ എങ്ങനെ കാണുന്നു, അവർ സെക്കൻഡറി ആകുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളത്, അത് പാർട്ട് ഓഫ് ദ ബൈബിളുമാണ്, പാർട്ട് ഓഫ് ആ സൊസൈറ്റിയാണ്. യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞതുപോലെ ഈ അനോയിൻറ്റഡ് വൺ മാത്രമാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു ഇത്. അല്ലെങ്കിൽ സ്ത്രീകൾ അവിടെ
ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ പൂക്കൾ ഒരുക്കുക, ഈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സ് റെഡിയാക്കുക, എല്ലാ ഒഫീഷ്യേറ്റിംഗ് റിച്വൽസും ലിറ്റർജിയും ഒക്കെ പുരുഷൻ്റെ അധികാരം. ആൻഡ് ജീസസിന് ഡിസൈപ്പിൾസ് വിമൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ബൈബിൾ പറയുന്നുണ്ട്. മേരി മാഗ്ദലൈൻ ആൻഡ് സൂസൻ ആൻഡ് മെനി അതർ നെയിംസ് പറയുന്നുണ്ട്. ചുമ്മാ ഫോളോ ചെയ്തത് മാത്രമല്ല, അവരെ ഫ്രം ദെയർ ഓൺ മീൻസ് ഈ മെയിൽ ശിഷ്യന്മാരെ ഫീഡ് ചെയ്തെന്നും കൂടെയാണ് പറയുന്നത്. ആൻഡ് ജീസസ് ഇവരോട് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്ന വളരെ ഉള്ള കുറേ ചാപ്റ്റേഴ്സ് അതിലുണ്ട്. അങ്ങനെയുള്ള ഒരു ജീസസിനെ ജീസസ് ക്രൈസ്റ്റ് ആക്കി വന്നപ്പോൾ പോൾ ആൻഡ് പിന്നീടുള്ള ആ റൈറ്റിങ്ങും ബൈബിളിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ വന്നപ്പോഴാണ് വളരെയധികം മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചേർച്ച് ഹിസ്റ്ററി തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ വാസ്, ഹൗ ഡിഡ് ഐ ലീവ് God and go into Osho what I am today. ഞാനൊരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മഠം വിടുന്നതിലും കഠിനമാണ് മതം വിടുന്നത്. മഠം വിട്ട് പോരുമ്പോൾ പിന്നെയും അവർ ക്ഷമിച്ചേക്കും കുറച്ച് നാൾ കഴിയുമ്പം. ഇഷ്ടമില്ലേ പോരെ, അങ്ങനെയൊക്കെ അല്ല ഇന്നത്തെ മോഡേൺ എന്നൊക്കെ പറയുന്ന ചിലരുണ്ടാകാം, അതവർ ക്ഷമിക്കും. മൈ മദറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നില്ല, കുമ്പസാരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ നല്ല കുട്ടികളും നല്ല സ്ത്രീയും. അടുത്തുനിന്ന് പോകുന്ന സാരമില്ല, അവൾ പള്ളിയോടൊട്ട് നിൽക്കുക, വേദപാഠം പഠിപ്പിക്കുക, അച്ഛനെ അനുസരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്നെ ക്ഷമിച്ച് ചിലപ്പോൾ റീഇനീഷ്യേറ്റ് ചെയ്തേനെ. അപ്പം അമ്മ പറയുന്നത്, ഇത് പള്ളിയില്ല, പട്ടക്കാരൻ മീൻസ് പ്രീസ്റ്റ് ഇല്ല, കുമ്പസാരം ഇല്ല. ദാറ്റ് മീൻസ് നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം എവിടെ? മൊറാലിറ്റി ഈ ഒരു റിലീജിയൻ്റെ കയ്യിലാണല്ലോ മൊറാലിറ്റി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് യു യുവർ സെൽഫ് യൂസ് ദ വേർഡ് അരാജകത്വം. രാജാവ് രാജാവില്ലാത്ത അവസ്ഥ. സോ ഗോഡ് ഈസ് ദ രാജാവ്, അല്ലെങ്കിൽ ഒരു റൂൾ ചെയ്യുന്ന ഒരു പ്രീസ്റ്റ് ഓർ സംബഡി ഹാസ് ടു ബി ദെയർ ഓൾവേസ് എ രാജാവ്. രാജ്ഞി എന്നുള്ള വാക്ക് വളരെ കുറവാണ് താനും. സോ നിങ്ങളെ റൂൾ ചെയ്യാൻ ഒരു ജീസസ് ദ ക്രൈസ്റ്റ് ദ കിങ് ഓർ ബിഷപ്പ്, ഒരു രാജകീയമായിട്ടുള്ളൊരു ബിഷപ്പിൻ്റെ ചെങ്കോൽ ഇപ്പോഴും ഉള്ളത് എന്തുകൊണ്ടാണ്? ആ രാജകീയത ഇന്നും ഫോളോ ചെയ്യുകയാണ് ഇൻ ദെയർ ലൈഫ് ആൻഡ് ദെയർ അറ്റയർ ആൻഡ് എവ്രിതിങ്. സോ അരാജകത്വം എന്ന് പറയുമ്പോൾ സ്പെഷ്യലി മതം വിട്ട പുരുഷന്മാരോട് പോലും, സ്ത്രീകളെ ഒട്ടും തന്നെ കണക്കാക്കാറില്ല, അവർ ഇമ്മോറൽ എന്നാണ് വിളിക്കുന്നത്. പുരുഷന്മാരോട് പോലും ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ അരാജകത്വം അല്ലെങ്കിൽ നിങ്ങൾ മദഫക്കേഴ്സ്, മാതൃഭോഗികളല്ലേ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും, എന്ന് പറഞ്ഞാൽ മതമില്ലാത്തവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരേ ഒരു കാര്യം മതി നമ്മൾക്ക് നിയമപരമായിട്ട് ലോഫുള്ളി ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ. അതിന് വേറൊരു കുമ്പസാരത്തിൻ്റെയോ മതത്തിൻ്റെയോ അംഗീകാരമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊറാലിറ്റി, വിക്ടോറിയൻ മൊറാലിറ്റി നമ്മളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അത് പാപം, കുമ്പസാരിക്കുക, ഓൾ ദാറ്റ് ഈസ് സോ ബാർബേരിയൻ ആണ്. അത് മാറ്റേണ്ട കാലം എന്നേ കഴിഞ്ഞു. അല്ല, അപ്പോഴും ഈ ദൈവത്തെ എങ്ങനെ തള്ളി എന്നുള്ളത് വ്യക്തമായില്ല. ദൈവം ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് അവിടേക്ക് എങ്ങനെ? ദൈവം എന്നെ തള്ളി എന്ന് വേണേൽ പറയാം. ഞാൻ എഴുതിയിരിക്കുന്നത്, എനിക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ജീസസിൻ്റെയോ തിരുക്കുടുംബത്തിൻ്റെയോ പടങ്ങളൊന്നും ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ വെക്കുന്നില്ല. കാരണം എനിക്കത് വളരെ മീനിങ്ലെസ്സും, ഒരാവശ്യ നേരത്തെ എനിക്ക് മനുഷ്യരും ഇല്ല, ദൈവവും ഇല്ല. അങ്ങനെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കടന്നുപോയ വിഷമങ്ങളൊക്കെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു. ഒരു ദിവ്യശക്തി വന്ന് എന്നെ സേവ് ചെയ്ത് കൊണ്ടുപോകാമായിരുന്നല്ലോ. അപ്പോൾ സ്ലോലി മഠം വിട്ടതുപോലെ തന്നെ മതവും എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണ്. എൻ്റെ പഠനം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും. ഈ പുസ്തകമൊക്കെ എഴുതുന്ന സമയത്ത് അത് വളരെ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളത് സംഭവിച്ചിട്ട്. അതിന് ശേഷമാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ വരുന്നതും കാണുന്നതും നോൺ റിലീജിയസ് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ലായിരുന്നു. അതിലെനിക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അയൽവക്കത്തെ സ്ത്രീകൾ എന്നോട് ചോദിക്കുമായിരുന്നു, പള്ളിയിൽ പോകുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇവളത്ര പോരാ, ഞാൻ മഠത്തിൽ നിന്ന് പോകുന്നയാളാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. ഇവള് അത്ര ശരിയല്ല എന്നുള്ള മട്ടിലാണ് പള്ളിയിൽ പോകാത്തവരെ കാണുന്നത്. അപ്പോൾ അവർ കുറച്ച് ദിവസമൊക്കെ എന്നോട് മിണ്ടാതിരുന്നു, അടക്കം പറഞ്ഞു. അതിനുശേഷം ഞാനൊരു വില്ലയിലാണ് താമസിക്കുന്നത്. നമ്മുടെ ലൈഫും നമ്മുടെ ഇതൊക്കെ കണ്ടപ്പോൾ അവരെന്നെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലാത്തവൾ എന്ന മട്ടിൽ അവർ ചിന്തിച്ചു തുടങ്ങി. സോ ഐ ആം സോ പ്രൗഡ് ആൻഡ് ഫ്രീ. സൺഡേ ഇവിടെ വരാമല്ലോ, എനിക്ക് പള്ളിയിൽ പോയിട്ട് കുമ്പസാരിക്കണ്ട, അച്ഛൻ്റെ ഊറാല ഇങ്ങനെ തൂക്കിക്കൊണ്ട് പുറകെ നടക്കണ്ട, രാവിലെ കിടന്ന് ഉറങ്ങിക്കൂടെ പള്ളിയിൽ പോകാതെ എന്നുള്ള ഒരു ഫീലാണ് ഇപ്പോഴെനിക്ക്. ഈ ദേവദാസികളും ഏതാണ്ട് തുല്യമാണെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഇതിനകത്തുള്ള ഒരു ചോദ്യം, ഈ ദേവദാസികളെ ശരിക്കും ചൂഷണം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മളത് പ്രകടമായിട്ട് തന്നെ അവർക്ക് വേറെ അതിനകത്തൊരു ബെനിഫിറ്റും ഇല്ല.
പക്ഷേ ഇപ്പുറത്ത് ഈ കന്യാസ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. അത് മഠത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നു. അങ്ങനെ ചൂഷണം ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ഇൻ്റലക്ച്വൽ ബെനിഫിറ്റ് അവിടെ നേടുന്നുണ്ട്. ഇപ്പോൾ മരിയ റോസ തന്നെ അവിടെ നിന്ന് പുറത്തു വന്നു. അപ്പോൾ പുറത്തു വന്നപ്പോൾ ആ വിദ്യാഭ്യാസത്തോടു കൂടിയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരു തമാശ കഥയുള്ളത് യഥാർത്ഥത്തിൽ നടന്നതാണ്. ഒരു സഭയുടെ കീഴിലുള്ള സ്കൂളിൽ ഒരു കന്യാസ്ത്രീക്ക് ജോലി കൊടുക്കുന്നു, ടീച്ചറായിട്ട് ജോലി കൊടുക്കുന്നു. അവർ ഒരു 10-40 ലക്ഷം രൂപ കൊടുത്ത് കിട്ടേണ്ട ജോലി അവർ കന്യാസ്ത്രീ ആയതുകൊണ്ട് കിട്ടുകയാണ്. ആ ജോലിക്ക് അപ്രൂവൽ ആകുമ്പോൾ അവർ സഭ വിടുന്നു. അവർ സഭ വിട്ട് കഴിഞ്ഞാൽ സഭയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സഭയിലായിരുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു ഇൻ്റലക്ച്വൽ ബെനിഫിറ്റ് അവിടെ കിട്ടുന്നില്ലേ ഈ ദൈവദാസിക്ക്, അതായത് കന്യാസ്ത്രീക്ക്? മറ്റവർക്ക് ആ ബെനിഫിറ്റ് പോലും ഇല്ല, അവിടെ ചൂഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? നമ്മൾ ആ ബെനിഫിറ്റ് എടുക്കുന്നത് ശരിയാണോ? അതിനെ എങ്ങനെ കാണുന്നു എന്ന് പറയാം. 15 വർഷം മുതൽ വയസ്സ് മുതൽ ഒരു 20 വർഷം വരെ എന്നെ അവർ പഠിപ്പിക്കുക മാത്രമല്ല, ഞാനും അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ ഹോൾ ലൈഫ് അതിനകത്താണ് സ്പെൻഡ് ചെയ്യുന്നത്. ശമ്പളം ഇങ്ങോട്ട് വാങ്ങാത്ത ദാരിദ്ര്യവ്രതമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒരു പൈസ പോലും കയ്യിൽ വാങ്ങാതെ അത് കോമൺ ആയിട്ട് മദറിന് പോവുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് പോവുകയാണ്. അതിനുശേഷം ഞാൻ പുറത്ത് വന്നപ്പോൾ ഈ കാനൻ ലോയിൽ എഴുതിയിരിക്കുന്നത് പുറത്ത് വരുന്ന വ്യക്തിയോട് ബെനവലൻസ് കാണിക്കണം, പക്ഷേ ക്ലെയിം ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. സോ അങ്ങനെ പൈസയൊന്നും തരാതെയാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. പിന്നെ പലവർക്കും പല എക്സിനും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ബിക്കോസ് ദേ വെയർ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട്. എന്നെപ്പോലുള്ള വ്യക്തി പ്രൈവറ്റ് ആയിരുന്നതുകൊണ്ട് അത്തരം ബെനിഫിറ്റുകളില്ല. അവനവൻ തന്നെയാണെല്ലാം നടത്തിക്കൊണ്ടു പോകേണ്ടത്. അവർക്ക് അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ടല്ലേ പിന്നെ എന്തിനാണ് മഠത്തിനെ ചീറ്റ് ചെയ്തിട്ട് പുറത്ത് പോകുന്നതെന്ന് എന്നോട് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉത്തരം ഇതാണ്, ഞാനും അങ്ങോട്ട് സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും ക്ലെയിം ചെയ്തിട്ടല്ല ഇങ്ങോട്ട് തിരിച്ചു പോന്നിരുന്നത്. ഒരു വ്യക്തിക്ക് മഠത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും മഠത്തിൽ പോയിട്ട് വേണം വിദ്യാഭ്യാസവും ഭക്ഷണവും കിട്ടുക എന്നുള്ള ആ അവസ്ഥ മാറി സമൂഹം, ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ളൊരു സമൂഹത്തിൽ എന്നെ പോലുള്ളവർ തിരിച്ചു വന്ന സ്റ്റേറ്റ് അവരെ ഏറ്റെടുക്കുന്നത്. ഇവിടെ സ്റ്റേറ്റും ഇല്ല, കുടുംബവും ഇല്ല, സഭയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നത്. സോ അങ്ങനെ നമ്മളുടെ സേവനവും നമ്മളുടെ ചെറുപ്രായം, കുരിശിൻ ചോട്ടിൽ യൗവനം ഹോമിച്ചവൾ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 20 years അവിടെ ഹോമിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ മോർ ഡിസഡ്വാൻറ്റേജസ് ദാൻ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ താങ്കളൊരു 15 വയസ്സിൽ അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സഭയിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴാണ് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തിരിച്ചറിയുന്നത്, ലൈംഗികതയെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീ സഹജമായ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിയുന്ന അപ്പോഴാണ്. അപ്പോൾ തിരിച്ച് അവിടെ നിന്ന് മഠത്തുനിന്ന് പുറത്ത് വരേണ്ടി വരുന്നു. ഇപ്പോൾ ഒരു ആൾ പക്വത എത്തി ഒരു 10-25 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു തിരിച്ചറിവൊക്കെ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞ ശേഷവും ഒരു സ്ത്രീ മഠത്തിൽ ചേരാൻ പോകുന്നതിനെ എങ്ങനെ കാണുന്നു? അതിനെ അനുകൂലിക്കുന്നുണ്ടോ? അതിനോടുള്ളൊരു നിലപാട്, ഒരു സ്വതന്ത്ര നിലപാടാണോ അതിനോടുള്ളത് എന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. അങ്ങനെയുണ്ട്. ഞാനൊക്കെ 15 വയസ്സിൽ ചേരുമ്പോൾ ടീച്ചറായിട്ട് വന്നവരുണ്ടായിരുന്നു. അവരിൽ പലരും വിട്ടുപോയി. ഇപ്പോൾ 25 വയസ്സായി, 30 വയസ്സായി, അല്ലെ 40 വയസ്സായി എന്നുള്ളതിന് ആജീവനാന്തം നിങ്ങൾ ഇപ്പോൾ ഈവൺ ഇൻ മാരേജ് ആജീവനാന്തം നിന്നോളാം എന്നുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടാലും അത് പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് പുറത്തു പോരാനാണല്ലോ ഡിവോഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ ഇതും 25 ഒന്നുമല്ല. ഞാനൊരു 50 ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് വരുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ 50 ആയപ്പോഴാണ് എൻ്റെ പാർട്ട്ണറിനെ കണ്ടുമുട്ടുന്നത്. സോ ഐ ഫീൽ രണ്ടുപേരും മച്ചുറായി, രണ്ടുപേർക്കും കുറേ ലോകവിവരം അറിയാം. ഞാനൊന്നും 25-30 മാരേജ് ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ എ ഫെയിലിയർ. ഇറ്റ്സ് എ ഗ്രോത്താണ്. ജീവിത പങ്കാളിയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്, ഞാനെങ്ങനെ ഇത് ഓഷോയുടെ കാര്യം പറഞ്ഞല്ലോ, അതേക്കുറിച്ച് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു പോകുന്നതിന് ശേഷം സെർച്ച് ചെയ്യുവാണ്. എനിക്കറിയാവുന്ന ആകെ ഉള്ളത് ബൈബിളും ക്ലാസ്സസും ഒരു ടീച്ചറിൻ്റെതായ ആ ലോകവും മാത്രമാണ്. ഐ ഹാവ് നോട്ട്, വീട്ടിൽ നിന്ന് പോയ പിന്നെ പുരുഷന്മാരെ അധികം കണ്ടിട്ടില്ല. ഓൺലി പ്രീസ്റ്റ് ആൻഡ് നൺസ് ആൻഡ് സം പേരൻസ് ഓർ ഒരു ഇടുങ്ങിയ ജീവിതത്തിൽ ജീവിച്ച് ഞാൻ പുറത്തു വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു പറഞ്ഞത് എങ്ങനെയാണ്, നിലാവ് കണ്ട കോഴിയെപ്പോലെ വന്നിറങ്ങിയെന്ന്. സോ ഇഗ്നോറൻ്റ് ആണ്, സോ ഇന്നസെൻ്റ് ആണ്, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയും, എല്ലാവരാലും റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി. അപ്പോൾ കുറച്ച് പഠിപ്പിക്കഴിഞ്ഞ് ഒമാനിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഓഷോ വീണ്ടും വായിക്കുകയും പലതും വായിക്കുമായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് വളരെയധികം എഫിലിയേറ്റിംഗ് അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് തോന്നി.
ഒരു കുറേ ഫ്രീഡം, കുറച്ച് മാനവികത, ലൈക്ക് ബുക്ക് ഓഫ് വുമൺ, ബുക്ക് ഓഫ് മാൻ ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പഠിപ്പിക്കലും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും കണ്ടിട്ടാണ് ഞാനത് വായിക്കുകയും അത്തരത്തിലുള്ള ഒരു സെൻറ്ററിലേക്ക്, പൂനെയിലേക്ക് പോവുകയും ഇദ്ദേഹത്തെ അവിടെ വെച്ച് 2ാം പ്രാവശ്യം ചെന്നപ്പോഴാണ് കണ്ടുമുട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഓൾറെഡി ഒരു ഓഷോ പേഴ്സൺ ഫ്രം ഓസ്ട്രേലിയ, ഇന്ത്യ വരുമായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ അമേരിക്ക വിത്ത് ഓഷോ. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ് അതാണ്. ഒരു പ്രീസ്റ്റ് ഓർ ഒരു റിലീജിയനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെക്കാളും മാനവികമായിട്ടും ലവിങ് ആയിട്ടും സെക്ഷലി എവറിത്തിങ് ഈ സോ അവേക്കൻഡ് ആണ്, സോ ഡിഫറെൻ്റ് ആണെന്നുള്ള ഒരു ഫീൽ കിട്ടുകയും ചെയ്തു. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലെ മെമ്പേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പൂനെക്കൊന്നും പോയിട്ട് കുറേ വർഷങ്ങളായി, എങ്കിൽ തന്നെ ആ ഗ്രൂപ്പിലെ മനുഷ്യർ, ഇപ്പോൾ നമ്മുടെ ഹ്യൂമനിസം ആൾക്കാരെ കാണുന്ന പോലെ എനിക്ക് ടു അഫിലിയേറ്റഡ് ആകുന്ന ഗ്രൂപ്പ് ഒന്ന് ഓഷോ ഗ്രൂപ്പും മറ്റൊന്ന് ഇതുമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഫിറ്റ് ഇൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇറ്റ് വാസ് സോ ലിബറേറ്റിംഗ് ആയിരുന്നു. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ആദ്യമായിട്ട് ഞാൻ ഫ്രീഡം അനുഭവിച്ചു. പൂനെ ഓഷോ സെൻറ്ററിൽ ഞാൻ 12 o'clock നൈറ്റിൽ ആ ലൈറ്റിൽ കൂടെ ഫ്രീ ആയിട്ട് നടന്നു. അവിടെയല്ലേ സെക്സിൻ്റെ അരാജകത്വം, അല്ലെങ്കിൽ അവർ നമ്മളെ അബ്യൂസ് ചെയ്യാൻ വരുന്നു, അത്തരം ഫിയേഴ്സ് ഒന്നും ഞാൻ അവിടെ ഫേസ് ചെയ്തിട്ടില്ല. അതായത് ഏറ്റവും നഗ്നമായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഇസ്ലാമിലെ സ്ത്രീയാണ്. ഈ പറഞ്ഞ രണ്ടുമല്ല, ഏറ്റവും ദരിദ്രയായിട്ട്, ഏറ്റവും അബലയായിട്ട്, നഗ്നയായിട്ട് നിൽക്കുന്ന, സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന, ലോകത്തിന് മുമ്പിൽ നിൽക്കുന്ന സ്ത്രീത്വം എന്ന് പറയുന്നത് ഇസ്ലാമിലെ സ്ത്രീത്വമാണ്. അതിനെക്കുറിച്ച് ഒരു പരാമർശം ഇവിടെ വന്നിട്ടില്ല. അതിൽ വളരെ സങ്കടം തോന്നുന്നു. ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ 2 പൗരോഹിത്യത്തെക്കാളും ദേവദാസി സമ്പ്രദായത്തെക്കാളും നീചമാണ് ഇസ്ലാമിലുള്ള ഔദ്യോഗികമായിട്ട് ദൈവഗ്രന്ഥത്തിലുള്ള വിവാഹം. വെറും ലീസിന് എടുക്കുക. നമ്മൾ ലീസിന് ഒരു റൂം എടുക്കുന്നത് പോലെ വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ ഒരു മര്യാദയുമില്ലാത്ത ഒരു സംവിധാനം കൂടെ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരു വരിയെങ്കിലും സംസാരിക്കാനില്ല എന്നുള്ളതിൽ സങ്കടം രേഖപ്പെടുത്തുകയാണ്. അല്ല, ഇത് നേരത്തെ പറഞ്ഞ പോലെ 3നും അടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ആവശ്യമുള്ളതിൽ അടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടെ അതിനെക്കുറിച്ചൊക്കെ സെഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ചോദ്യം വന്നതുകൊണ്ട് ഒരു ഇത് പറയാം. ഈ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ ആളുകളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു. ഏതൊരു ഒരു മുസ്ലിം പുരോഹിതനാണ് സംസാരിക്കുന്നത്, അല്ല ഒരു നേതാവാണ് സംസാരിക്കുന്നത്. അത് ഏത് സമ്മേളനമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ചെറിയ കട്ടിങ് കിട്ടും, 1 മിനിറ്റുള്ളൊരു ഒരു ചെറിയ ഇതൊക്കെ കിട്ടും. വളരെ നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നത് ബഹുഭാരിത്വം ഉള്ളത് കൊണ്ടാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എനിക്ക് അയച്ചു തന്നത് ഇത് കിട്ടിയ ഒരാളെ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതിയതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു നിങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അവർ വായിക്കുന്നത്, അവരതിനെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ അതിനെക്കുറിച്ച് പറയാതിരുന്നത് ഈ ചർച്ചയ്ക്കിടയിൽ അത് വന്നില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അത് അവർ വലിയ സംഭവമാണെന്ന് ഉള്ള ചിന്തയില്ല. പിന്നെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഉണ്ട്, മുത്തലാഖിനെ കുറിച്ചൊക്കെ നമ്മുടെ പുസ്തകത്തിൽ വരുന്നുമുണ്ട്. ജീവിതം മുത്തലാഖിന് ശേഷം പുസ്തകം വായിച്ച ആളാണെന്ന് എനിക്കറിയാം. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് തന്നെ 1 ചാപ്റ്റർ ഉണ്ട്, ബുർഖയെ ആർക്കാണ് പേടി, ഈവൻ മുസ്ലിം വിമൻ ഹൗ ദേ റീച്ച് ലൈംഗിക തൊഴിൽ എന്നല്ലേ. ആക്ച്വലി വായിക്കാത്തവർക്ക് വേണ്ടി പറയാം, ബുർഖയെ ആർക്കാണ് പേടി എന്നുള്ള ഇത് ശരിക്ക് ബുർഖയെ പേടിക്കുന്ന മറ്റു മതസ്ഥരെ കുറിച്ചാണെന്നാണ് പൊതുവേ നമ്മൾ ആ ഹെഡ് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ ബുർഖയിട്ട് ലൈംഗിക തൊഴിൽ ചെയ്യുന്നവരെ പേടിപ്പിക്കുന്ന മുസ്ലിം മത പൗരോഹിത്യത്തെക്കുറിച്ചാണ് ചാപ്റ്ററിൽ പറയുന്നത്. അവിടെ ആ സമയത്ത് കേരളത്തിൽ ചർച്ച നടക്കുന്നത് ബുർഖ ഒരു വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്, അത് ആർക്കും ഇടാൻ അനുവാദം വേണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്ത് ബാംഗ്ലൂരിൽ ഇവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിട്ടിട്ട് ലൈംഗിക തൊഴിൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു വസ്ത്ര സ്വാതന്ത്ര്യമാണെങ്കിൽ അത് അനുവദിക്കണമായിരുന്നു, ആർക്കും അത് ഇടാൻ അനുവദിക്കണമായിരുന്നു. പക്ഷേ അത് ചെയ്യുന്നുമില്ല. ആ ഇഷ്യൂവിനെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ പുസ്തകത്തിലുണ്ട്, ഈ സംഭവം പരാമർശിച്ചിട്ടുണ്ട്. Thank you all. Time up, and there are so many speakers here, and thank you.